Hello everyone, welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്ന് നമ്മുടെ നയൻതാര ഇൻസ്പയർഡ് മേക്കപ്പ് സീരീസിന്റെ 4th and last വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന മേക്കപ്പിന്റെ റെഫറൻസ് പിക്ക് ഇതാണ്. കണ്ടില്ലേ, ഇത് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലുക്കാണ്. നല്ല ജിംകിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് കാശുമാല പോലത്തെ ഒരു മാലയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കാശുമാല എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട്. ആൻഡ് ഒരു ഗ്രീൻ കളർ, എനിക്ക് തോന്നുന്നു സാരി ആയിരിക്കും ഉടുത്തേക്കുന്നത്, പക്ഷേ ഞാൻ ഗ്രീൻ കളർ ഒരു കുർത്തയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇൻ ഷോർട്ട് നമുക്ക് ഒരു പക്ക ഒരു ട്രഡീഷണൽ വെയറിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണിത്. അപ്പം നമുക്ക് എന്തായാലും ഈ ലുക്ക് എങ്ങനെയാണ് ഇനി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമേ തന്നെ ഫേസ് നമുക്ക് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യണം. മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, നന്നായിട്ടൊന്ന് മസാജും കൂടി ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ബേസ് നല്ല ഫ്ലോലെസ് ആയിട്ട് തോന്നിക്കും, പാച്ചിനെസ് പോലെ തോന്നിക്കത്തില്ല. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ കൺസീലർ ആണ് എടുക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൺസീലർ മാത്രം അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് കുറച്ച് ഡാർക്ക്നെസ് ഉള്ളിടത്ത് മാത്രമാണ് ഞാൻ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ഫുൾ ഫേസിൽ ചെറിയ ചെറിയ ഡോട്ട് മാതിരി ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. കൺസീലർ ഇട്ട് നമുക്കൊരു ബേസ് മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു നാച്ചുറൽ പോലത്തെ ഫിനിഷ് വരും. കൺസീലർ നമ്മുടെ സ്കിൻ ടോൺ എക്സാക്റ്റ് മാച്ച് ആകുമ്പോൾ മാത്രമേ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു കോമ്പാക്റ്റ് എടുക്കുകയാണ്. ഞാൻ ലാക്മിയുടെ സൺ എക്സ്പേർട്ട് കോമ്പാക്റ്റ് ആണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കൊരു ഡേ ടൈം ഫംഗ്ഷന് പോകുമ്പം പറ്റിയ ഒരു മേക്കപ്പാണ് കേട്ടോ. അപ്പം പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ നോസ് ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കണം. കാരണം നയൻതാരയുടെ നോസും ചീക്സും ഒക്കെ നന്നായിട്ട് കോൺടൂർഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോസ് നന്നായിട്ടൊന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചീക്സും നന്നായിട്ടൊന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ഫേസ് ഉള്ളവർക്ക് കോൺടൂർ ചെയ്യാം, ഇല്ലെങ്കിൽ കോൺടൂർ ചെയ്യേണ്ട വലിയ കാര്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ സ്റ്റെപ്പിൽ ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. കാരണം സെറ്റിംഗ് സ്പ്രേ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നോ മേക്കപ്പ് ലുക്ക് പോലെ കിട്ടും. സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡ്രൈ സ്പഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ എല്ലാം ഒന്ന് ഓൾ ടുഗെദർ ഒന്ന് ബ്ലെൻഡ് ആയിട്ട് നല്ല ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. നയൻതാരയുടെ ഐബ്രോസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഐബ്രോസ് ആണ്, അതുപോലെ നമുക്ക് പറ്റത്തില്ല. ബട്ട് എങ്ങനെയാണോ നമ്മുടെ ഐബ്രോസ് അത് നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുക. ഐബ്രോസ് മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്ത് ഒരു ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു ലിപ് ബാം കൂടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹോൾ ഫേസിന്റെ ലുക്ക് തന്നെ മാറും. അപ്പം ഞാൻ എന്താ ഇവിടെ ഐബ്രോസ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് പോവാം. SFRന്റെ ഡബിൾ ഡെക്ക് പാലറ്റ് ആണ് എടുക്കുന്നത്. ഇത് അടിപൊളി ഒരു പാലറ്റ് ആണ് കേട്ടോ. അതിലേതായി ഒരു ബ്രൗൺ കളർ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഐസിൻ്റെ ബേസ് ഷെയ്ഡായിട്ട് എടുത്തേക്കുന്നത്. ഈ ഒരു ബ്രൗൺ കളർ മാത്രമേ നയൻതാരയുടെ കണ്ണിൽ കാണാൻ കഴിയുന്നുള്ളൂ. അപ്പം അത് കാരണമാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് മാത്രം എടുത്തത്. എന്നിട്ട് നമ്മളൊരു കാജൽ എടുത്തിട്ട് ഐലൈനർ പോലെ വരച്ചിട്ട് അതൊന്ന് സ്മൂക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നയൻതാരയുടെ കണ്ണ് നല്ല സ്മോക്കി ഐസ് ആയിട്ടാണ് നമുക്ക് എല്ലാ ഫോട്ടോസിലും എല്ലാ ഒരു ഫങ്ഷൻസിലും കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തിക്ക് ലൈൻസ് കാണരുത് കാജലിൻ്റെ. നെക്സ്റ്റ് നമ്മൾ വാട്ടർ ലൈനിലും സെയിം കാജൽ വെച്ചിട്ട് ഒന്ന് വാട്ടർ ലൈൻ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ പോയിന്റിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാണ്. മസ്കാര അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഐലാഷസ് വെച്ച് ജസ്റ്റ് ഒന്ന് കേൾ ചെയ്യാണ്. മസ്കാര ലോറിയലിൻ്റെ മസ്കാരയാണ് എടുത്തേക്കുന്നത്. നല്ല ഒരു വോള്യൂം തരുന്ന അടിപൊളിയായിട്ടുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ് മസ്കാരാസ് ആണിത്. അത് വെച്ചിട്ട് നമ്മൾ കുറേ കോട്ട്സ് അപ്ലൈ ചെയ്യുക. കാരണം നയൻതാര മസ്കാരയിൽ കുളിച്ച് നിൽക്കുന്ന ഒരാളാണ്. അത്രയും നന്നായിട്ട് തിക്കായിട്ട് തന്നെ പുള്ളിക്കാരി മസ്കാര അപ്ലൈ ചെയ്യാറുണ്ട്.
നെക്സ്റ്റ് ബ്ലഷ് ഒന്നും നന്നായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെറ്റ് n വൈൽഡിൻ്റെ കളർ ഐക്കൺ പാലറ്റ് എടുത്തിട്ട് ഓംബ്രെ ബ്ലഷാണ് ഇത് വെച്ചിട്ട് ബ്ലഷും ഹൈലൈറ്റും കൂടെ അപ്ലൈ ചെയ്തത്. കാരണം ഒരു നല്ലൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഞാൻ വരാം. ഇതിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യണം. നൈക്കയുടെ മിനി ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്. ഇതിൽ ഈ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡ്, ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. അതെടുത്തിട്ട് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്യണം. ഈ ഒരു എക്സാക്ട് ഷെയ്ഡാണ് ശരിക്കും നയൻതാര അപ്ലൈ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പൊട്ട് തൊടുന്നുണ്ട്. നയൻതാരയുടെ ആ ഒരു മറുക് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കമ്മൽ ഞാൻ ജിമിക്കിയാണ് ഇട്ടേക്കുന്നത്, എൻ്റെ കാശ്മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു ലുക്ക്. ഡേ ടൈമിന് ചെയ്യാൻ പറ്റുന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണിത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ നയൻതാര ഇൻസ്പയർഡ് 4th ആൻഡ് ലാസ്റ്റ് ലുക്ക്. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു എത്നിക് ടച്ച് ഉള്ളൊരു ലുക്കാണ്. നമുക്ക് ചുരിദാർ, കുർത്തി, സാരീസിന്റെ കൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെന്റ്. ആൻഡ് ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. Bye.